എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് മകരമാസം 3-ാം തീയതി ശനിയാഴ്ച 17/1/2026. എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഫലപ്രവചനം ആരംഭിക്കാം. ആദ്യമായി നമുക്ക് പതിവ് പോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. എന്നാൽ ആരോഗ്യസ്ഥിതിയിൽ വരുന്ന ചില ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കില്ല. 7.5 ശനി കാലമായതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഓരോ കാര്യം ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ദിവസം ചില മുറിവ്, ഒടിവ്, ചതവൊക്കെ സാരമായി സംഭവിക്കാനൊക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. കിടന്നിരുന്ന പല സാമ്പത്തിക ഇടപാടുകൾക്കും പൂർത്തീകരിക്കുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നതാണ്. എന്നാൽ മാനസികമായി ചില സംഘർഷങ്ങൾ നേരിടേണ്ടതായി വരുന്നു. പഴയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും ആത്മവിശ്വാസം കുറയുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. കാരണം എന്തെന്നാൽ പഴയ സുഹൃത്തുക്കളിൽ നിന്ന് അവരുടെ നേട്ടങ്ങൾ അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ അറിഞ്ഞിട്ട് വളരെയധികം താൻ ഒന്നുമായില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. പക്ഷെ അത്തരത്തിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോരോ സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മളുടെ അഭിവൃദ്ധിക്ക് വേണ്ടുന്നതെല്ലാം നമുക്ക് സർവീശ്വരൻ നേടിത്തരുന്നതാണ്. ഈശ്വര വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോവുക. മറ്റ് കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമായി കാണുന്നു. എല്ലാവർക്കും പൊതുവെ ഈ ഫലം തന്നെയാണ് ഇന്നത്തെ ദിവസം. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ദിവസമായിരിക്കും. ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. പുതിയതായി വാഹനം വാങ്ങുവാനോ അല്ലെങ്കിൽ മത്സ്യബന്ധന ബോട്ടുകളോ അത്തരത്തിലുള്ള ഏതെങ്കിലും കരാറുകളിലൊക്കെ ഒപ്പിടാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. പുണ്യക്ഷേത്ര ദർശനത്തിന് പോകാൻ ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങളൊന്നും കാണുന്നില്ല. വളരെ ഭക്തിപൂർവമായ ഒരു യാത്ര ചെയ്യുന്നതിന് അല്ലെങ്കിൽ പിൽഗ്രിമേജിനൊക്കെ ഏറ്റവും ഉതകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. മുതിർന്ന ആൾക്കാരുടെ അനുഗ്രഹവും സഹായവും മൂലം ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്ന ഒരു ദിവസമായിരിക്കും. സ്വന്തമായി ഗൃഹം വാങ്ങുവാനോ സ്വന്തമാക്കുവാനോ പണിയുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു തീരുമാനം എടുക്കുവാനായിട്ട് ഉതകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇന്ന് ശനൈശ്വരൻ്റെ ദിവസമാണ്. ശനിയെ പ്രാർത്ഥിക്കുക, ശാസ്താവിനെ അടിയുറച്ച് പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി മുൻപോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇഷ്ടജനങ്ങളുമായി സഹവസിക്കുവാനും സന്തോഷം പങ്കിടാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ടും ആരോഗ്യസ്ഥിതിയിലുള്ള മെച്ചം കണ്ടും ഒക്കെ സന്തോഷിക്കുവാനുള്ള സാഹചര്യം തിരിഞ്ഞു വരുന്ന ദിവസമായിരിക്കും ഇന്ന്. കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കുന്ന ദിവസമായിരിക്കുമെന്ന്. കർഷകർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ്. അതുപോലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാത്തരം ജീവനക്കാർക്കും വളരെയധികം നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ എക്സ്പോർട്ട് നടത്തുന്നവർക്കും വളരെയധികം ലാഭകരമായി കാര്യങ്ങൾ മുമ്പോട്ട് പോകും എന്നുള്ള ഒരു പ്രതീക്ഷ കൈവരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസത്തിന് വക കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും ഇന്ന്. ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗം അന്വേഷിക്കുന്ന എല്ലാവർക്കും തന്നെ അനുകൂലമായ ഒരു തീരുമാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അധികം ആനുകൂല്യം ലഭിക്കുന്ന ദിവസമായിരിക്കുമെന്ന്. വിദേശ കാര്യങ്ങളിൽ ശ്രദ്ധ വച്ചിരിക്കുന്നവർക്കും അതിനേക്കുള്ള സ്റ്റെപ്പ് എടുക്കാനുമൊക്കെ വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുകയെങ്കിലും ദോഷകരമായ ചില അനുഭവങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. ദന്ത ചികിത്സയ്ക്ക് വിധേയരായി വളരെ കോംപ്ലിക്കേറ്റഡ് ആകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം സഹിക്കുകയും ഒരു ദിവസത്തേക്ക് അത് മാറ്റിവെക്കുകയും ചെയ്യേണ്ടതാണ്. ധാരാളം
പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, വിവിധ തരം ബിസിനസ്സുകൾ ഒരുമിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ വരുമാനം ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ ഒറ്റയ്ക്ക് തൊഴിൽ ചെയ്യുന്നവർക്ക് അത്ര തന്നെ നല്ല ഒരു ദിവസമായിരിക്കില്ല. പ്രത്യേകിച്ചും കായിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് മൂലം പല കാര്യങ്ങളും പൂർത്തിയാക്കുവാനും ഈ കൂട്ടർക്ക് സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരമുക്കാല, അത്തം, ചിത്തിരയാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ശാരീരികമായി ചില ക്ലേശങ്ങളോ വീഴ്ച, ഒളിവെച്ചതോ മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് മുൻകരുതൽ എടുക്കേണ്ടത് ആവശ്യമാണ്. ആരോഗ്യസ്ഥിതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതായി കാണുന്ന ദിവസമാണ്. ഭയപ്പെടേണ്ടതില്ല. അത് ഇപ്പോഴുള്ള കാലാവസ്ഥയുടെ ചില ബുദ്ധിമുട്ടുകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങളാണെന്ന് സമാധാനിക്കുക. അസുഖം ബാധിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് ചില പ്രത്യേകമായ അനുഭവങ്ങൾ വന്നു ചേരാം. അത് ഒട്ടും തന്നെ ആശ്വാസകരമായിരിക്കുകയില്ല. സാമ്പത്തികമായി നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം ചിലവിൻ്റെ ദിവസമാണ്. ബിസിനസ്സുകാർക്ക് ഒട്ടും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ഇന്ന് ബുട്ടീക്ക്, ബ്യൂട്ടി പാർലർ തുടങ്ങിയ ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സിനിമ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യാനോ പ്രൊഡ്യൂസ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില സഹായഹസ്തങ്ങളും അല്ലെങ്കിൽ സാഹചര്യങ്ങളും ഒക്കെ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സാമ്പത്തികമായ നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശത്തിന് വഴിയൊരുക്കുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാമെങ്കിലും സധൈര്യം മുൻപോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് എത്താനായിട്ട് സാധ്യതയുണ്ടാകും. എന്നാൽ ദീർഘനാളായിട്ട് കടപ്പെട്ടിരിക്കുന്നവർക്ക് കടം കൊടുക്കാനും മറ്റുമുള്ളവർക്ക് ആശ്വാസകരമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞ് വരുന്നതായി കാണുന്നു. ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്കും അതുപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അത്ര നല്ലതായിരിക്കുകയില്ല. കാര്യത്തിനെല്ലാം തടസ്സങ്ങളുണ്ട്. എല്ലാം പാസ്സാകാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിയമപരമായ മറ്റ് കാര്യങ്ങൾ, അതായത് മിലിറ്ററി പോലെയുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുവാനും വളരെയധികം സന്തോഷം ലഭിക്കുവാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സമാധാനവും സന്തോഷവും വരുന്ന ദിവസമാണ്. പുതിയൊരു സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായി വരുന്ന ദിവസമാണ്. പുതിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനും അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കാനുമൊക്കെ അനുകൂലമായ തീരുമാനം കൈക്കൊള്ളാൻ പറ്റിയ ദിവസമായിരിക്കുമെന്ന്. വിവാഹാധികാരികൾക്ക് തീരുമാനമെടുക്കാൻ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. കവിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. വായനാശീലമുള്ളവർക്ക്, എഴുത്തിൻ്റെ ശീലമുള്ളവർക്കൊക്കെ എഴുതുവാനും അത് തുടങ്ങുവാനും ഒക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. അതുപോലെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നവർക്ക്, പുസ്തകം എഴുതുന്നവർക്ക്, ബുക്ക് എഴുതുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. മൊത്തത്തിൽ എഴുത്തുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ട് കാണുന്നു. സിനിമ, സ്ക്രിപ്റ്റ് റൈറ്റർക്ക് മറ്റും പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസം തെളിഞ്ഞു വരുന്ന ദിവസമാണ് ഇന്ന്. അതുപോലെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തിൽ വരുന്ന അനുകൂലമായ മാറ്റങ്ങൾ കണ്ട് വളരെയധികം സമാധാനിക്കുവാനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമായിരിക്കും. ഇഷ്ടഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടജനങ്ങളുമായി ഒത്തുചേരുകയോ ആഹ്ലാദപരമായ നിമിഷങ്ങൾ പങ്കിടുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി യാത്രാ ക്ലേശങ്ങൾ മൂലമുണ്ടാകുന്ന ചില അസുഖങ്ങൾ നമ്മളെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഒരു ഉപാധി. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആകാംക്ഷകൾക്കും ആശങ്കകൾക്കും ഒക്കെ ഒരു പരിധിവരെ ഗുണപ്രദമായ അനുഭവമാണ് ഉണ്ടാകുന്നത്. ധനം നഷ്ടപ്പെട്ടുവെന്ന് വിചാരിച്ച് അത് അന്വേഷിച്ച് ഇന്നത്തെ ദിവസം പകൽ മുഴുവനും മനപ്രയാസപ്പെട്ടിരിക്കാനും അവസാനം അത് തിരിച്ചു കിട്ടാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അതുപോലെ ജീവിതത്തിൽ വളരെ നാളുകൾ ആഗ്രഹിച്ചിരുന്ന കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി തന്നെ മുൻപോട്ട് പോകുന്നതായിട്ട് കാണുന്നു.
അടുത്തായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണ, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ നിയമപാലകർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ നിയമം കൈകാര്യം ചെയ്യുന്നവർക്കോ ഇന്ന് വലിയ തിരിച്ചടി ലഭിക്കുന്ന ദിവസമാണ്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. സ്വന്തമായി പരിശ്രമിക്കുന്നവർക്കും തൊഴിൽ സ്വന്തമായി നടത്തുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. കച്ചവടം ചെയ്യുന്നവർ, ഹോട്ടലുകാർ, റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നവർ, തട്ടുകടക്കാർ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ദിവസം കൈപ്പിഴവ് മൂലം ചില ആരോപണങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഓരോ വസ്തുക്കളും പുതിയതായി തന്നെ എടുത്ത് നല്ല രീതിയിൽ തന്നെ പാചകം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ വിപരീതമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇന്നത്തെ ദിവസം ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനും അതുപോലെ അത് അനുഭവിക്കാനുമൊക്കെ അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റാനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കമിതാക്കൾക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. സാമ്പത്തിക ക്ലേശമോ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിൽ കലഹമോ ഒന്നും കാണുന്നില്ല. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആരോഗ്യപരമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം. മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക്, സ്ഥിരമായി മാനസികമായി വിഷമങ്ങൾ അലട്ടുന്നവർക്ക്, അതിനുവേണ്ടി മെഡിസിൻ കഴിക്കുന്നവർക്കൊക്കെ ഇന്നത് അധികരിക്കുവാനായിട്ട് സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുവാനായി സാധ്യതയുണ്ട്. അതേപോലെ എപ്പിലെപ്സി പോലെയുള്ള അസുഖങ്ങൾ, ഫിറ്റ്സ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന പ്രകൃതമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. എക്സൈറ്റ്മെൻറ്റിന് തയ്യാറാതിരിക്കുക, അല്ലെങ്കിൽ ദുശീലങ്ങൾ എല്ലാം ഒഴിവാക്കുക. ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വരികയും നേരിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുകയൊക്കെ ചെയ്തേക്കാം. ജീവിതത്തിൽ ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന ചില ആളുകളെ കണ്ടുമുട്ടാനൊക്കെ സാധ്യതയുണ്ട്. വളരെ പ്രചോദനാത്മകമായ സംസാരത്തിലൂടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും സാധ്യത കാണുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ഒരു ദിവസമായിരിക്കും. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ആലസ്യം മൂലം പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റാതെ വന്നേക്കാം. അത്തരത്തിലൊരു സന്ദർഭം ഉണ്ടായാൽ നിരാശപ്പെടുന്നതിന് പകരം നമുക്ക് അടുത്ത ദിവസം ചെയ്തു തീർക്കാമെന്ന് ആലോചിച്ച് മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുക. അല്ലെങ്കിൽ കുടുംബത്തിൽ ചില കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. നിയമപരമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില ആരോപണങ്ങൾക്ക് വിധേയരാകേണ്ടതായിട്ട് കാണുന്നു. നിയമപരമായ കേസ് വഴക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ പ്രതീക്ഷ ഉണ്ടാകുന്ന ചില സന്ദേശങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ചെറിയ ജോലി അന്വേഷിക്കുന്നവർക്ക് പുതുതായി ചില സംരംഭങ്ങൾ തുറന്നു വരാനും ജോലി ലഭിക്കാനുമൊക്കെ സാധ്യത കാണുന്നു. ദീർഘയാത്രയ്ക്കും സാധ്യത കാണുന്നുണ്ട്. വളരെ ഫലപ്രദമായ ഒരു ദീർഘയാത്ര ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു.